മോർണിംഗ് എവരിബഡി. ആസ് യൂഷ്വൽ ഒരു ചായ കുടിച്ച് നമുക്ക് തുടങ്ങാം. ഇന്ന് വീക്കെൻഡാണ്, സാറ്റർഡേ സൺഡേ. ഇന്ന് സാറ്റർഡേ ആണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ല. ഇവിടെ ഇപ്പോൾ സമ്മർ അറ്റ് ഇറ്റ്സ് പീക്ക്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സമ്മർ അതിൻ്റെ അതികാഠിന്യത്തിലൊക്കെ. ഒരു 25 ഡിഗ്രി മുതലൊക്കെ മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ മൊത്തം കളറാണ്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂൾ ഓഫ്, മറ്റേ ഹോളിഡേയ്സ് ആയി, വെക്കേഷനായി 2 മാസം. അപ്പോൾ ഇറ്റ്സ് സോ നൈസ്. ഇന്നത്തെ എൻ്റെ അജണ്ട പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് നമുക്ക് ആഫ്റ്റർനൂൺ 2 ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. സോ മോർണിംഗ് എൻ്റെ പരിപാടികളൊക്കെ എല്ലാം പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ എണ്ണ തേക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തക്കുനെ എണ്ണ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ലേക്കിലേക്ക് പോവാം. ഞാൻ കുറേ സ്പോട്ട് കണ്ടുവച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഒന്നും പോയി മുങ്ങി കുളിക്കാൻ ഒരിത്തിരി പേടി. കാരണം എനിക്ക് നീന്താൻ അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ എത്രയാണ് ആഴം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊരു പേടി. കൂടെ ആരും ഇല്ല. അവിടെയും ആ സ്ഥലങ്ങളിലും ആരുമില്ല. ഒറ്റപ്പെട്ട കുറച്ച് പാർക്കും ബീച്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി അറിയാതെ ഇങ്ങനെ കുളിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ കുറേ നല്ല നല്ല സ്ഥലം പറ്റുവാണെങ്കിൽ ഇന്ന് നമുക്ക് അവിടെയൊക്കെ പോവാം. എന്തായാലും സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ പുതിയതായി ആഡ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. ഒരു കൊറിയൻ ഓൾഡ് ലേഡിയുടെ സ്കിൻ കെയർ റുട്ടീനിൽ അവരിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ടവലില്ലേ, ടവലൊന്ന് ഞാൻ മൈക്രോവേവ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ചൂടാറുന്ന സമയത്ത് മുഖത്തിങ്ങനെ വെച്ചു. ഇത് മോർണിംഗ് സ്കിൻ കെയർ. ഇനി വൈകിട്ടാണെങ്കിൽ ഇത് ഫ്രീസറിൽ കയറ്റും. എന്നിട്ട് ആ തണുപ്പുള്ള സാധനം മുഖത്ത് വയ്ക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഐസിൽ ഇങ്ങനെ മുങ്ങിയടിക്കുന്നത് നല്ലതാണെന്ന് അറിയാലോ. അപ്പോൾ അത് അത്രയും കൺവീനിയൻ്റ് അല്ലാത്തതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് കേട്ടോ. ഡോണ്ട് ഓവർ ഡു ഇറ്റ്, കാരണം മുഖം പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓവർ ഡു ചെയ്യരുത്. ഒരു തവണ ഇങ്ങനെ വെച്ചിട്ട് എടുത്താൽ മതി. ഇറ്റ് ഫീൽസ് ഗുഡ്. പോഴ്സൊക്കെ ഓപ്പൺ ചെയ്യാൻ മറ്റേ ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നതുകൊണ്ട് ഉപകരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എത്ര ദിവസം ചെയ്യുന്ന അറിയില്ല, ബട്ട് ഐ ഫൈൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് ലേക്കിലോട്ട് പോകാം. ഞാൻ എല്ലാ ദിവസവും ജിമ്മിലേക്കൊക്കെ പോകുന്നുണ്ട്. ജിമ്മിൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും ബാഗും ഒക്കെ എന്നും ബാഗിൽ തന്നെയാണ് കേട്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഷൂസ് ഇറങ്ങി. അപ്പം എൻ്റെ അയ്യോ ഷൂസ് ജിമ്മിലേക്ക് ഇടാൻ വേറെ സെപ്പറേറ്റ് ഷൂസ് വേണം. സോ അത് അപ്പം ഞാൻ ഇപ്പോൾ ടവലും കാര്യങ്ങളും എടുത്തു. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 1000 ഡ്രസ്സാണ് മാറുന്നത്. രാത്രി കിട്ടി കിടക്കാൻ വേറൊന്ന്, പുറത്തേക്ക് പോകാൻ വേറൊന്ന്, ഇതിനകത്ത് ഇനി ലേക്കിൽ പോകാൻ സമയത്ത് സ്വിം സ്യൂട്ട് വേറൊന്ന്, ജിമ്മിൽ പോകുമ്പോൾ ജിം ഔട്ട്ഫിറ്റ് ഒന്ന്, ജോലിക്ക് പോകുമ്പോൾ വേറൊരു ഔട്ട്ഫിറ്റ്. ആഴ്ചയിൽ 1 തവണ ലോണ്ടറി ചെയ്തുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ 2-3 തവണയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണിപ്പം ഞാനെടുത്ത ജിം ഔട്ട്ഫിറ്റ്. യോഗ മാറ്റും എല്ലാം കംപ്ലീറ്റ് സെറ്റാണ്. കാറ് മൊത്തം, കാറിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ എടുത്ത് വീട്ടിലേക്ക് കയറ്റാറില്ല, കാരണം എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കുന്നതാണ്. സോ അത് ജിമ്മിലേക്ക് ഞാൻ യോഗ മാറ്റ് എടുത്തിട്ട് പോകില്ല, അവിടെ തന്നെ ഉള്ളത് ഞാൻ ഉപയോഗിക്കും. സോ നമുക്ക് പോകാം അല്ലേ? കുറച്ചു നേരം വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഈ തണുപ്പ് മാറും, ബട്ട് അതുവരെ ഒരു തണുപ്പുണ്ട്. വെരി കോൾഡ്. നല്ല രസം വെള്ളത്തിൽ നിൽക്കണം. ഐ നെവർ തോട്ട് ഐ എം എ ബീച്ച് പേഴ്സൺ. എനിക്കിങ്ങനെ മലമുകളിലൊക്കെ കയറുന്നതാണ് ഇഷ്ടം. പിന്നെ വെള്ളത്തിൽ കിടക്കുന്നത് അങ്ങനെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു. ബട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് കയറാൻ തോന്നാറേ ഇല്ല. രാവിലെ വന്നാലും ചാടും, വൈകിട്ട് വന്നാലും ചാടും വെള്ളത്തിലോട്ട്. വെരി ഫൺ.
ഈ സൈഡ് ആഴമില്ല കേട്ടോ, കുറച്ച് അപ്പുറത്ത് ആഴമുണ്ട്. അതെനിക്കറിയുന്നില്ലല്ലോ. ഞാനിവിടെ ആഴമില്ലാന്ന് വിചാരിച്ചിട്ട് അവിടെ ചാടി. നല്ല രസമുണ്ടായിരുന്നു. ഇത് പിടിച്ച് കേറാനും കിട്ടുന്നില്ല. അയ്യോ. അതിന് ശേഷം ഞാൻ വെള്ളത്തോട്ട് അധികം അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലൊക്കെ നിന്നിട്ട് ഞാനിങ്ങനെ വെള്ളത്തിൽ കിടക്കും, അത്രേ ഉള്ളൂ. എന്നോട് ഒരുപാട് പേര് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെഡിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫോർ എ ബിഗിനേഴ്സ് ജസ്റ്റ് ലിസൺ ടു യുവർ ബോഡി. ഒരു സ്പേസ് എന്നും കണ്ടെത്തി അവിടെ ചെന്നിരുന്ന് ഒരു 5 മിനിറ്റിൽ തുടങ്ങാം. എന്നിട്ട് ജസ്റ്റ് ലിസൺ ടു യുവർ ബോഡി, അല്ലെങ്കിൽ ഒബ്സർവ് യുവർ ബോഡി. കണ്ണടച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ബ്രീത്ത്, നമ്മുടെ ശരീരം അനങ്ങുന്നുണ്ടല്ലോ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിന് ഇങ്ങനെ കാമായിട്ടിരുന്ന് ഒബ്സർവ് ചെയ്യുക, ലിസൺ ചെയ്യുക. നമ്മുടെ ശരീരത്തെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ അറിയുക. കാലനങ്ങുന്നത്, വിരലുകൾ അനങ്ങുന്നത് ഒക്കെ നമ്മുടെ ലൈക്ക് ജസ്റ്റ് ഡിറ്റാച്ച് ഫ്രം ദ സറൗണ്ടിങ്, ജസ്റ്റ് ലിസൺ ടു യുവർ ബോഡി, അത്രേ ഉള്ളൂ. പിന്നെ പോകെ നമുക്ക് ആ ടൈമും പീരീഡും ഒക്കെ കൂട്ടി കൊണ്ടുവരാം. ബട്ട് ഫോർ എ ബിഗിനേഴ്സ് ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മളുടെ ബ്രീത്ത്, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ലിസൺ ചെയ്യുക എന്നുള്ളത് മാത്രം, ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. എനിക്കും ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്, കാരണം എൻ്റെ മൈൻഡ് എപ്പോഴും ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. ബട്ട് ഐ ഓൾവേസ് ലൈക്ക് ടു ഡു ലൈക്ക് മെഡിറ്റേഷൻ ഇഷ്ടമാണ് ചെയ്യാൻ. അതുപോലെ ഇങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ജസ്റ്റ് ലൈക്ക് ഡിറ്റാച്ച് ഫ്രം ദ ഹോൾ വേൾഡ് ആൻഡ് ലിസൺ ടു മൈ ബോഡി, ലിസൺ ടു ദ സറൗണ്ടിങ്സ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. സോ ജസ്റ്റ് വൈ നോട്ട് ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഇനി ജിമ്മിലോട്ടും പോകണം. അവിടെ എനിക്ക് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ സ്പെൻഡ് ആവും. അതിനുശേഷം വീട്ടിൽ പോയിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. ഇന്ന് മസാല ദോശയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പോയി നോക്കാം എന്തായാലും. ഇങ്ങനെ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. അകത്ത് വെച്ച് ഷൂട്ട് ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. ബട്ട് വീഡിയോഗ്രാഫി ഒന്നും ഇതിനകത്ത് അലോഡല്ല. പിന്നെ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ എടുക്കുന്ന അധികം ആരും ഇല്ലാത്തൊരു ദിവസങ്ങളിലൊക്കെ ആയിരിക്കും. ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്രൗഡ്. ബട്ട് ഇന്ന് സാറ്റർഡേ പൊതുവെ തിരക്കുണ്ടാവാറില്ല. ബട്ട് ഇന്ന് ഒരുപാട് തിരക്കുണ്ട്. കുറേ ലോക്കൽസ് അല്ല, ഇവിടെയുള്ള ആൾക്കാരല്ല, പുറത്തുനിന്നൊക്കെ വന്ന ടൂറിസ്റ്റേഴ്സും വെക്കേഷനൊക്കെ വന്ന ആൾക്കാരൊക്കെ. സോ ഐ ഡിഡ്ന്റ് റിയലി ഇൻക്ലൂഡ് into their privacy. സോ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. എന്തായാലും ഇവിടുത്തെ കലാപരിപാടികൾ കഴിഞ്ഞു. ആക്ച്വലി മസിൽ സ്ട്രെങ്തനിങ് എൻ്റെ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിളാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഭയങ്കര ആക്റ്റീവായിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല. മസിൽ സ്ട്രെങ്തനിങ് ഒക്കെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നത്. ബട്ട് ഇവിടെ വന്ന ആദ്യത്തെ ദിവസം വെയിറ്റ് എടുത്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ചുമ്മാ കുറച്ച് തടിയും നീളവും വണ്ണമൊക്കെ ഉണ്ട് എന്നല്ലാതെ ഒന്നിനും കയ്യിൽ പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വരാൻ തുടങ്ങി. 2025 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഴുതി വെച്ചൊരു ഗോളായിരുന്നു ജിമ്മിൽ ഹിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ജിമ്മിൽ ഞാനിപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ വരും. ആൾക്കാരൊക്കെ ചോദിക്കും ജിമ്മിലേക്ക് പോകാൻ എന്താ മോട്ടിവേഷൻ. എനിക്ക് അങ്ങനെ മോട്ടിവേഷൻ സത്യം പറഞ്ഞാൽ ഐ റിയലി ലൈക്ക് ടു ഗോ ടു ദ ജിം. അതിനുശേഷം ജിമ്മിൽ പോയിട്ട് വന്ന് കിട്ടുന്ന സമയത്ത് ഒരു സന്തോഷമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ശരീരമൊക്കെ ഒരു ചെറിയ വേദന ഉണ്ട്, അതൊരു സുഖകരമുള്ളൊരു വേദന. പ്രത്യേകിച്ച് അടുത്ത ദിവസം എണീക്കുമ്പോൾ ഒരു വേദന ഉണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ ജിമ്മിൽ പോവും, ചിലപ്പോൾ എന്തെങ്കിലും ഷട്ടിൽ കളിക്കാനോ റണ്ണിങ്ങിനോ ഒക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ ശരീരം അങ്ങ് വേദനിക്കും അടുത്ത ദിവസം എണീക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ.
ബട്ട് ഐ എം ഓൾവേസ് ലൈക്ക് എനിക്ക് ആക്റ്റീവായിരിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഫിസിക്കലി എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എപ്പോഴും എന്നെ പറയണം വീട്ടിൽ അവൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റാറില്ല എന്ന്. സത്യമാണ്, ഞാൻ ഒരു നിമിഷം പോലും വീട്ടിലിരിക്കാറില്ല. എപ്പോഴും പുറത്തായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും ആക്ടിവിറ്റീസ്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ട് 1.5 മണിക്കൂർ ഞാൻ മസിൽ സ്ട്രെങ്തൻ ചെയ്തു. അതിനുശേഷം കാർഡിയോ ചെയ്തു. കാർഡിയോ ഞാൻ അധികം കൂടുതൽ സമയം ചെയ്യാറില്ല, ഒരു 5 to 10 minutes അതിനകത്തേ ചെയ്യാറുള്ളൂ. ബിക്കോസ് എനിക്ക് വണ്ണം കുറയ്ക്കാനോ അങ്ങനെയൊന്നും വലിയ പ്ലാനില്ല. ഞാൻ ജിമ്മിൽ കയറുന്ന മെയിനായിട്ട് മസിൽ ബിൽഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര ബൾക്കി മസിൽ ട്രെയിനേഴ്സിനെ പോലെ ആവണം എന്നല്ല, മസിൽസ് ഒന്ന് ടോൺ ചെയ്യുക. ഇപ്പോൾ കാണുന്ന മസിലായിരിക്കില്ല, പ്രായം കഴിയും തോറും നമ്മളുടെ മസിൽ സ്ട്രെങ്ത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും എത്ര പെർസെൻറ്റേജ് വെച്ച് കുറയുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വയസ്സാം കാലത്ത് ഇതൊന്നും ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനോ പറ്റില്ല. ബട്ട് ഒരു മനുഷ്യൻ്റെ മൂവ്മെൻറ്റിനും ഒരു ഫിസിക്കൽ ആക്റ്റീവ്നെസ്സിനൊക്കെ വേണ്ട ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് മസിൽ. അതിനെ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാം. പിന്നെ ഡയറ്റ് എന്ന് വെച്ചാലും എനിക്ക് വലിയ ഡയറ്റൊന്നും ഇല്ല. കഴിക്കുന്ന ഭക്ഷണങ്ങൾ മൈൻഡ്ഫുള്ളി ഒരു പോർഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും. എനിക്കിപ്പോഴും ഒരു കിണ്ണം ചോറ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ മൊത്തം ഇരുന്ന് കഴിക്കുന്ന കൂട്ടത്തിലാണ്. സോ ആവുന്നതും എല്ലാ മീൽസിൻ്റെ കൂടെയും പ്രോട്ടീൻ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര വാരി വലിച്ചൊന്നും കഴിക്കാറില്ല, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പ്രോട്ടീൻ പൗഡറൊന്നും എടുക്കാറില്ല, വളരെ മിനിമമായിട്ടാണ്. ഡയറ്റും വലിയ ഇതില്ല. ജിമ്മിൽ എന്നും വരും, ബോഡിയൊക്കെ ഒന്ന് ആക്റ്റീവായിരിക്കാൻ എപ്പോഴും മൂവ് ചെയ്യുന്നു മാത്രം, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഭയങ്കരമായി ട്രെയിൻ ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. സോ ഐ റിയലി ലവ് എൻജോയിങ് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ്. സോ അതുകൊണ്ട് കുഴപ്പമില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫാർമേഴ്സ് മാർക്കറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഐ എം ഷോയിങ് യു ഗൈസ്. ഇവിടെ മഷ്റൂം വിൽക്കുന്ന ഒരു അമ്മച്ചിയാണുള്ളത്. ഇവിടെ ഹോട്ട് ഡോഗ്സ് ഒക്കെ കിട്ടും, കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്. തേന് വിൽക്കാൻ വെച്ചിട്ടുണ്ട്, മേപ്പിൾ സിറപ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയോ ജാംസ് ആണ് കേട്ടോ, ജാംസ് ആൻഡ് മസ്ക് വിൽക്കാം. ക്ലോക്കുകൾ, ഈ പാട്ട് പാടുന്ന അപ്പച്ചൻ. ഇവിടെ ഞാൻ കഴിഞ്ഞ തവണ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളതാ. ജ്വല്ലറീസ് വിൽക്കുന്ന സ്ഥലം. ഹണി ബേക്ക്ഡ് പ്രോഡക്ട്സ്, വുഡൻ സ്റ്റാളുകൾ. ഇവിടെയൊക്കെ ഞാൻ കയറിയതാണ്, വീണ്ടും അവരെ കയറി ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതിലൊക്കെ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, ഇത് കല്ലാണ്, റിയൽ കല്ല്. ഇവിടെ മീൻ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കുറേ ആർട്സ് ആണ്. Morning, how are you? Just roaming around, browsing. Yeah. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഫാർമേഴ്സ് മാർക്കറ്റിൽ ഞാൻ കയറി ഇറങ്ങി, പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. കുറേ പേര് സെയിം ആൾക്കാർ തന്നെയാണ്, 1-2 പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇവരോടൊക്കെ എല്ലായ്പ്പോഴും പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ വർത്തമാനം പറയുന്നതാണ്. പിന്നെ ഇന്ന് എനിക്ക് റഷ് ആയതുകൊണ്ട് പിന്നെ ഞാൻ അധികം നേരമൊന്നും നിന്നില്ല. രാവിലെ എനിക്ക് ദോശ ഉണ്ടാക്കി വെച്ചു. രാവിലെ ഇന്നലെ വൈകിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കി. ദോശ, സാമ്പാർ, ആകെ പണിയായി മക്കൾ. നമ്മൾക്കിവിടെ ക്യാഷ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചെറിയ കോയിൻ കിട്ടും. കാരണം ഇവിടെ കോയിൻ ഇട്ടിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാൻ. അപ്പോൾ $10 ആ മെഷീനിലിട്ട് ചേഞ്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചേഞ്ച് ഇതുവരെ വന്നില്ല, 10 രൂപ പോവുകയും ചെയ്യും. ഇനി എന്താ ചെയ്യുക, അടുത്തുള്ള സ്റ്റോറിൽ പോയിട്ട് 20-ന് ചേഞ്ച് മാറ്റിയിട്ട് വന്ന് കഴുകണം. കാരണം നല്ല രീതിയിൽ കഴുകാനുണ്ട്. അപ്പുറത്ത് വാക്യൂം ചെയ്യാൻ കൂടെ സൗകര്യമുണ്ട് ഇതിനകത്ത്, അപ്പം അതും കൂടെ ചെയ്യണം. ഇവർക്ക് ഇത്രയും കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ പിന്നെ എന്തിനാ അവർ ആ മെഷീൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നേ?
So this is the outfit of my day. ഒരു സിംഗിൾ ഡ്രസ്സാണ് ഇത്. ആക്ച്വലി രാഹുൽ എനിക്ക് ബർത്ത്ഡേക്ക് എടുത്തു തന്ന ഡ്രസ്സാണ്. പക്ഷേ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഇപ്പോഴാണ് അതൊക്കെ ഇടാനൊരു അവസരം കിട്ടിയത്. എനിവേ, മോർണിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഒത്തിരി നമ്മൾ സമയമെടുത്തു. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഇവിടെ ഇരിക്കാം. യെസ്, വീക്കെൻഡൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ചിൽ മോഡാണ്. പിന്നെ അങ്ങനെ ഷടപടയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ട്. ഒട്ടുമിക്ക ദിവസങ്ങളും അങ്ങനെ ആയിരിക്കും. ഭയങ്കര രാവിലെ ഒരു റഷ് ഉണ്ടാവും. പിന്നെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ റിലാക്സ്ഡ് ആയിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പോയി ചെയ്യും. പോയി കറങ്ങാനൊക്കെ പോകും. ഇന്നിപ്പോൾ ഞാൻ വേറൊരു സ്പോട്ടിൽ ആക്ച്വലി പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്ന് ഓൾറെഡി ലേറ്റായി. പിന്നെ എനിക്ക് രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ജിമ്മിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ്. പിന്നെ അത് ആയി. പിന്നെ കാറ് വാഷ് ചെയ്യാൻ പോയി. ഇന്നത്തെ ദിവസം മൊത്തം അങ്ങനെയൊക്കെ പോയി. സോ ഇന്ന് ഇവർ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. ദേ ആർ ഓൺ ദ വേ. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോകും. ആ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ ഒരു സമ്മർ മോർണിംഗ് റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെരി ചിൽ, റിലാക്സ്ഡ്, ആൻഡ് ഐ ലവ് ദിസ് വൈബ്. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ദിസ് ഈസ് അവർ ഫസ്റ്റ് സമ്മർ ഇൻ ദിസ് ടൗൺ. ആൻഡ് ദിസ് ഈസ് ലൈക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയൊരു സമ്മറാണെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2 വർഷത്തെ എൻ്റെ സമ്മറും ഭയങ്കര നെട്ടോട്ടമായിരുന്നു. 1, 2, 3 ജോലിയൊക്കെ ചെയ്ത് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു ആദ്യത്തെ സമ്മർ. രണ്ടാമത്തെ സമ്മറാണെങ്കിൽ ജോലി അന്വേഷിക്കുന്ന തിരക്ക്. രാഹുൽ ആ സമയത്ത് നാട്ടിലായിരുന്നു, ഒരു എമർജൻസി ഒക്കെ ആയിട്ട്, മെഡിക്കൽ എമർജൻസി ഒക്കെ ആയിട്ട്. ഇവിടെ ഞാൻ കിടന്ന് വീടില്ലാതെയും ജോലിയില്ലാതെയും കിടന്ന് ഭയങ്കര റഷിലായിരുന്നു. സോ ദിസ് സമ്മർ ഇതെൻ്റെ 3ാമത്തെ സമ്മറാണ് കാനഡയിലേക്ക് വന്നിട്ടുള്ള. And it's at the perfect spot in this Canada. Like കാനഡയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. സോ ഐ ഡോണ്ട് മിസ് എനിത്തിങ് ഔട്ട്ഡോർ. സോ കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ പോലെ പാഡിൽ ബോട്ട്സും കയാക്കിങ്ങും ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സ്വന്തമായി ഉണ്ടാവും. $2,000, $3,000 അതൊക്കെ വാങ്ങിക്കുക. അതൊന്നും നമ്മൾ വാങ്ങിച്ചൊന്നും ഇല്ല. ബട്ട് ഇങ്ങനെ റെൻറ്റിനൊക്കെ എടുത്തൊക്കെ പോകുന്നതുണ്ട്. ബോട്ട് ക്രൂസൊക്കെ ഉണ്ട് ഇതിനകത്ത് ചുറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ പ്രത്യേകിച്ചില്ലെങ്കിൽ പുറത്തൊക്കെ പോയി ഞാൻ ഇങ്ങനെ പാർക്കിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും. ചില സമയത്ത് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് തോന്നി ഞാൻ ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകും. ഐ സ്റ്റിൽ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഐ സ്റ്റിൽ പ്രയോറിറ്റൈസ് മൈസെൽഫ്. എനിക്ക് എന്താണോ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ പുഷൊന്നും ചെയ്യുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു റിലാക്സ്ഡ് മോഡിൽ പോകുന്നത് മാത്രം. ആൻഡ് ഐ എം സോ ഹാപ്പി. ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും ഒക്കെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്നു. ഇഷ്ടം തോന്നുന്ന സമയത്തൊക്കെ ചെയ്യുന്നു. താങ്ക്സ് ഫോർ ബിയറിങ് വിത്ത് മീ ഗൈസ്. നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ എന്തായാലും പുതിയതായിട്ടൊക്കെ കൊണ്ടുവരുന്നതാണ്. എന്തായാലും ഇന്നത്തെ ആഫ്റ്റർനൂണിൻ്റെ വിശേഷങ്ങൾ, ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ള വിശേഷങ്ങൾ ഞാൻ പുതിയൊരു വീഡിയോയിൽ എന്തായാലും പറയാം. സോ ഐ എം ഗോണ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ ഹിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോൻ്റെ ഈ ഭാഗം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ബിഗ് താങ്ക് യു. എന്നെ അറിയാത്ത ആരൊക്കെയോ കുറേ പേര് ഈ വീഡിയോ ഒക്കെ തുടർന്ന് കാണുന്നു. യു ബീങ് ജസ്റ്റ് വിത്ത് അസ്, റൈറ്റ്? സോ ദിസ് ഈസ് എ പ്ലാറ്റ്ഫോം ദാറ്റ് ഐ ക്യാൻ ഷെയർ മൈ തോട്ട്സ്, my life and everything, and you being joined this journey. Thank you so much. Anyway, I'm gonna wind up this video. See you in my next video. Till then, bye.